എനിക്ക് പറഞ്ഞ മേടിക്കണമായിരുന്നു കേക്ക് ഫിക്കിൾ. അത് മേടിക്കാം. നിന്റെ ബർത്ത്ഡേ കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. മുടിയൊക്കെ കേൾ ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തത്? ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. പിന്നെ അറിയാത്ത പോലെ അഭിനയിച്ചു. ഇവന് ഇവിടുന്ന് അടി കിട്ടിയോ? ചെക്കൻ ഇവിടെ നീരായിരിക്കുന്നു. ബ്യൂട്ടി ഷായി പോയി എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഷിംബ്യൂട്ടിയാ, പൊതുവെ ഞങ്ങൾ ഷിംബ്യൂട്ടിയാണ്. കുക്കു സ്ലിമ്മായി, അത് ശരിയാ, അത് ഞാൻ സമ്മതിച്ചു. പോരാട്ടാ, ഇനി തിന്നാ എനിക്ക് മുട്ടൻ പണി കിട്ടും. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. പാവം, അവൻ വിജൃംഭിച്ചു പോയി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്താണ് ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം. നാളെ കുക്കുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനും ഇവനും കൂടെ നാളെ എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്യണമെന്നും പറഞ്ഞാണ്. ഇവൻ ഓൾറെഡി ഇവൻ്റെ ഓഫീസിൽ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് നാളെ വൈകിട്ട് ഞങ്ങൾ ഇപ്പം ഷൂട്ടിന് പോവാണ്. അപ്പോൾ നാളെ വരത്തുള്ളായിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ നാളത്തേക്കൊരു സർപ്രൈസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ സർപ്രൈസ് ഇവൻ്റെ ഓഫീസിൽ എല്ലാവരോടും ഞങ്ങൾ അവിടെ കേക്ക് കട്ടിങ് കാര്യങ്ങൾ. ഇവരുടെ ഒരു പ്ലാൻ, നിങ്ങളുടെ ഐഡിയ ഒന്നുമില്ല, എന്താണ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ നാളെ ടോണിക്കോ കഫേയിൽ പോയിട്ട് സെയിം ടോണിക്കോയിൽ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ കേക്ക് കട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം നാളെ രാവിലെ ഷൂട്ടുണ്ട്, വൈകിട്ട് മാത്രമേ ഞങ്ങൾ ഫ്രീ ആവത്തുള്ളൂ. ചേച്ചിയില്ലേ? ചേച്ചിയില്ലേ? അപ്പം എന്താ സർപ്രൈസ് എന്ന് നാളെ കാണാം. ഈ കേക്ക് എടുക്കാം. ഇതേതാ? വൈറ്റ് ചോക്കോ ബെറി കേക്ക്, അതെടുക്കാം. ഹാപ്പി ബർത്ത്ഡേ എഴുതാവോ? എഴുതി തരണ്ടേ? ഹാപ്പി ബർത്ത്ഡേ കുക്കുമോൾ 32+. ഓ ദുഷ്ട, അങ്ങനെ ഇട്ടാൽ മതി. അതാണ് കേക്ക്. അത് കണ്ടവളും ഞെട്ടണം. ഇതാണ് നമ്മൾ എഴുതി കൊടുത്തേക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ കുക്കുമോൾ. പൊട്ടിക്കാനുള്ള 2 സാധനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് കേക്കും മേടിച്ചു, കുക്കറിലുള്ള ഗിഫ്റ്റ് മേടിച്ചു. പിന്നെ കേക്ക് കട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കേക്ക് കട്ടിംഗ് പ്ലസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ബലു ഓക്കെ, നമ്മളിപ്പോ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കുന്നതാണ്, പക്ഷെ ഇത്തവണ ഒന്നും അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയില്ല. കാര്യം 11-ാം തീയതി, അതായത് ഇന്നലെ രാത്രി ഞങ്ങൾ അടൂരായിരുന്നു. അടൂരിൽ നിന്ന് എത്തിയപ്പോഴേക്കും 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ സർപ്രൈസ് കൊടുക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ നമുക്ക് നമ്മുടെ കുക്കുമോളല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നേക്കാണ്. ഞങ്ങള് ഇവിടെ ടോണിക്കോ കഫേയിലാണ് വന്നേക്കുന്നത്. കുക്കുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഹാപ്പി ബർത്ത്ഡേ കുക്കുമോൾ. ഭയങ്കര സുന്ദരിയായിട്ടാണല്ലോ വന്നേക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ ഇരിക്കോ? അയ്യോ കുക്കുമോളെ, ബർത്ത്ഡേ ആയിട്ട് പറ. ഇന്നലെ എന്തായിരുന്നു സർപ്രൈസ്? രാത്രി ഇന്നലെ ഫുള്ള് ഞാൻ ലീവായിരുന്നു. ഒന്നും പ്ലാൻ ചെയ്തില്ലേ ബർത്ത്ഡേ സർപ്രൈസ്? ഞാൻ പോണ്ടേ? ശിവന് ബോധമില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ശിവനെ കളിയാക്കാൻ വന്നല്ലോ. ശിവനെ കളിയാക്കാനൊന്നും ഇല്ലല്ലോ. കളിയാക്കുന്നു, കണ്ണ് കാണുന്നില്ലോ. വല്ല കൊറിയയിൽ വല്ലതും പോയായിരുന്നു. ഇത്ര ക്ഷീണത്തിൻ്റെന്നല്ല, ഈയിടെയായിട്ട് വിന്റർ ഡ്രസ്സുകൾ മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. എവിടെയോ 1 ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തണുപ്പുള്ള സ്ഥലം. ഇന്നലെ രാത്രി കേക്ക് കിട്ടിയതില്ല. എത്ര മണിക്ക്? 12 മണിക്ക് രാത്രി ഓഫീസിൽ പോയോ? കഴിഞ്ഞ പ്രാവശ്യം എനിക്കറിയാം 12 മണിക്ക് വിളിച്ചു കേക്ക്. പിന്നെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ഫുഡ് ഓർഡർ ചെയ്യണം. എനിക്ക് കഴിഞ്ഞിട്ട് കോട്ടയം വരെ പോകാനുള്ള ബർത്ത്ഡേ
ഒരു കേക്കെങ്കിലും കട്ട് ചെയ്ത് അയ്യോ ഒന്നും വേണ്ടാന്ന് അവനൊന്നും വേണ്ട. ചേച്ചി പറഞ്ഞു നമ്മൾ ഷെയർ ചെയ്യാം. ചേച്ചി അല്ല ചേച്ചി ഇഷ്ടമുള്ള എനിക്ക് വിശപ്പില്ല. ഡയറ്റാണേ. ഇവള് ബില്ല് കൊടുക്കുന്ന ദിവസങ്ങളിലുള്ള ഡൈറ്റാ. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാരും ഡൈറ്റാന്ന്. ഡയറ്റാണേ. എന്നാ ചേട്ടാ 4 കട്ട മതി. ഷുഗർ വേണ്ട, അതിന്റെ കാശ് കുറയ്ക്കാലോ. ഇനി വായില്ലേ ഇത്ര പഞ്ച് ഇനിയിപ്പോ ഫുഡ് വേണമെന്ന് പറയാൻ പറ്റുമല്ലോ. നമുക്ക് 2 ഓർഡർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാമല്ലോ. ഞങ്ങൾ വണ്ണം വെച്ചു. അപ്പൊ ഞങ്ങൾ തന്നെ ഫുഡ് കഴിച്ചോളാം. ഞങ്ങൾ ഇനി ഡയറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതിനെ പറ്റി ഇനി കുറച്ച് കേക്കെങ്കിലും മേടിച്ചു. അത് മേടിച്ചു തരാം. നമ്മൾ പോകുന്ന ഒന്ന് കഴിക്കൂ. അങ്ങോട്ട് വെക്കാം. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ബാലു ഇതൊക്കെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ശരിക്കും കുക്കുവിന് വേണ്ടി മേടിച്ച കേക്ക് എനിക്ക് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൽ തന്നെ കാര്യങ്ങളെല്ലാം തകടം പറഞ്ഞു. ഓക്കെ ബൈ ഗൈസ്. ഇത് കുക്കുവിന് മേടിച്ച ഗിഫ്റ്റാ. കവറൊന്ന് മാറ്റി വയ്ക്കാവേ. കേക്ക് അലിഞ്ഞു പോകുമെന്ന് എനിക്ക് ടെൻഷനായി പെട്ടെന്ന്. കുക്ക് കാണുമ്പോൾ തല ഇറങ്ങി വീഴും. ഇത് എൻ്റെ ഐഡിയ അല്ല, സ്വന്തം ആങ്ങളുടെ ഐഡിയ ആണ്. പാവം കൊച്ചു 32 എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. ചുമ്മാ 32 ഒന്നുമില്ല അവളെ കളിയാക്കാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു ഇവളുടെ ആക്ച്വൽ വയസ്സ് പറയണമെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. അല്ല അങ്ങനെയല്ല. കുക്കു ഈ വയസ്സിന്റെ കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ല. ഇത് അങ്ങനെയല്ല. നമ്മള് തിരിച്ചു ഇതിപ്പോ ടീച്ചറിനെക്കാട്ടിലും മൂന്നതായോ? അല്ലല്ല, 21 ഞങ്ങൾ ഉദ്ദേശിച്ചത്. 23 വണ്ടി അപ്പൊ ഒന്ന് കത്തിക്കും. അവിടെ കത്തിച്ചോളൂ. ലൈറ്റ് ഞാൻ തന്നെ കത്തിക്കണമല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഹാപ്പി ബർത്ത്ഡേ. ചുമ്മാ തന്നില്ല അല്ലേ? ചുമ്മാ തന്നില്ലായിരുന്നേ. ഉമ്മ കിട്ടാത്തവ മാത്രമേ ഉള്ളൂ. കയ്യും വീശി വന്നേക്ക് വന്നോ? ആരെങ്കിലും ശിവനെ വഴക്കാം. ഇവിടെ മുഖം എല്ലാവരും കട്ടി കൊടുക്കാൻ പറയാം. മെയിനായിട്ട് ഞങ്ങൾ കുക്കുവിൻ്റെ ബർത്ത്ഡേ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നൈറ്റായിരുന്നു. നൈറ്റ് കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ ചേച്ചി ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. ചേച്ചീനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ചേച്ചി വീഡിയോസ് കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ചേച്ചീനെ കാണിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് ചേച്ചി വന്നു. ഇവർ ഓൾറെഡി പ്ലാനെല്ലാം ഇട്ടു. എന്നോട് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ടോണിക്ക കഫേയിൽ വന്നിട്ട് അവിടെ കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രതീക്ഷിച്ചില്ല, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ പരിപാടി നന്നായിട്ട് നടന്നു. ഇവിടെ വന്നപ്പോൾ 1 അല്ല 2 3 കേക്ക് കണ്ട് കട്ട് ചെയ്തെന്ന് തോന്നുന്നു. കൊള്ളായിരുന്നു പരിപാടി. ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കുക്കുവിനെ പറ്റി പൊക്കി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ടങ്ങ് പൊക്കി പറയാണ്. സൽഗുണ അങ്ങനെ നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എനിക്ക് തോന്നുന്നു രാവിലത്തെ പരിപാടിയെല്ലാം ഷൂട്ടെല്ലാം കൂടെ ചേച്ചിയുടെ ഷൂട്ടും പരിപാടിയെല്ലാം കൂടെ കഴിഞ്ഞു. പെട്ടെന്നാണ് ഓൺ ദ വേ വരുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ എന്നാൽ ഒന്ന് കേക്കൊക്കെ മുറിച്ചൊന്ന് പ്ലാൻ ചെയ്തേക്കാലെന്ന് ചേച്ചിയും ചേട്ടായും കൂടെ പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ കേക്ക് സാധനങ്ങളെല്ലാം മേടിച്ചു ഇവിടെ വന്ന് നേരെ കുക്കിനെയും കൂട്ടിച്ചുകൊണ്ട് അന്നേരത്തിനും ഷിബിൻ വന്നിട്ടുണ്ടായിരുന്നു. ഷിബിനെ വിളിച്ച് കാര്യം പറഞ്ഞു. നേരെ കുക്കിനെയും കൂട്ടിച്ചുകൊണ്ട് ഇവിടെ വന്നു. പെട്ടെന്നാണ് ഈ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. എനിക്ക് തോന്നണത് എന്താ പറയുക, നല്ല രീതിയിൽ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നല്ല രീതിയിലേക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുക്കു ഹാപ്പി ബർത്ത്ഡേ. നല്ല രീതിയിൽ ഇനി മുമ്പോട്ടേക്ക് പോട്ടെ. വരുന്ന ബർത്ത്ഡേ നമുക്ക് ഇതിൻ്റെ അപ്പുറം നമുക്ക് കളറാക്കാം. ഹാപ്പി ബർത്ത്ഡേ കുക്കുമോളെ. ഹാപ്പി ബർത്ത്ഡേ കുക്കുമോളെ. ഈ 2025 ഐശ്വര്യത്തിന്റെ എല്ലാത്തിന്റെ നല്ല ഒരു വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ കുക്കുമോ. ലവ് യു സോ മച്ച്. എടി കുക്കു ഹാപ്പി ബർത്ത്ഡേ. പെട്ടെന്ന് ആ കാർ എൻ്റെ പേരിലാക്കി തരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരിയിലാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കാർ മതി കേട്ടോ. കുക്കുമോളെ ഹാപ്പി ബർത്ത്ഡേ ചക്കരുമ്മ. ഈ വർഷം അടിപൊളി ആയിരിക്കട്ടെ. കഴിഞ്ഞ വർഷത്തെ കുക്കുവിന്റെ ബർത്ത്ഡേക്ക് നമ്മളെല്ലാരും കൂടെ കുക്കുവിന് ജോലി കിട്ടിയ സമയമായിരുന്നു. നമ്മളെല്ലാരും കൂടെ രാത്രി പോയി കേക്ക് കട്ട് ചെയ്തു. ഈ വർഷം രാത്രി കുക്കുവിന്റെ അടുത്തൊന്ന് കേക്ക് കട്ട് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങും. രാത്രി ഞാൻ നാട്ടിൽ എത്തുവാണെങ്കിൽ ഉറപ്പായിട്ട് കുക്കുവിനൊന്ന് കാണും. ഇല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. നാളെ നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നടക്കാവോ തമ്പുരാനറിയാം. ഹാപ്പി ബർത്ത്ഡേ. ലവ് യു സോ മച്ച്.